Hello friends, ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി കളർ ചേഞ്ച് ആവേണ്ട വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു മണം, നല്ല മൂത്ത ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ പാനിൽ നിന്നും ഗോതമ്പ് പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ ഗോതമ്പ് പൊടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂടിലിരുന്ന് കൂടുതലായിട്ട് അത് മൊരിഞ്ഞു പോകാനായിട്ട്, ആ പൊടി മൊരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് കുഴയ്ക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ ഈ ഒരു മാവ് കുഴയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കണം കേട്ടോ, ഒത്തിരി കൂടരുത്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തു. അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോകാൻ പാടില്ല. ഞാനിപ്പോൾ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഓരോ പൊടിയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടും കുറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിക്ക് മുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ, ആട്ടപ്പൊടിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഈ ഒരു പൊടിക്ക് 1/4 കപ്പാണ്. അതുപോലെ ആശീർവാദ ആട്ടപ്പൊടി വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും 1/4 കപ്പ് പൊടി തന്നെയാണ് ആവശ്യം, 1/4 കപ്പ് വെള്ളം തന്നെയാണ് ആവശ്യമായിട്ട് വന്നത്. ഇനി നമുക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ല, ഒത്തിരി ലൂസാവാൻ പാടില്ല മാവ്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, കണ്ടോ. ഇത്രയും സോഫ്റ്റായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. ഇനി ഇത് ഞാൻ 2 ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് മൂടി വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് ഡ്രൈ ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ കാറ്റടിച്ചിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂടി വയ്ക്കുക. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ, ഇഡ്ഡലി തട്ടിലാണോ അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിലാണോ നൂലപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിന് ആ ഒരു നൂലപ്പം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ 4 പ്ലേറ്റ് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പഞ്ചസാര, നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നാളികേരം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചസാരയും നാളികേരം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു നൂലപ്പത്തിൻ്റെ മീതെ ഇട്ട് കൊടുക്കുമ്പോൾ പലരും ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ടായിരിക്കില്ല. അപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് വളരെ ചെറിയ ഹോളോട് കൂടിയിട്ടുള്ള ചില്ല് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള സേവനാഴി ആയതുകൊണ്ട് ഞാൻ ആ 2 ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി മാവൊന്നും ഞാൻ കുഴച്ചെടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിലേക്കുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക, പൊടി കുറച്ചും കൂടി കൂടുതലാക്കി എടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 ബോൾസ് പോലെ ആക്കി വെച്ചിട്ടുള്ള മാവും നമ്മുടെ സേവനാഴിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാവ് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നൈസായിട്ട്, ഒത്തിരി ഇങ്ങനെ ലെയർ പോലെ ആക്കി ഉണ്ടാക്കാതെ ഒരു 1-2 ചുറ്റ് മാത്രം ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി കട്ടിയാക്കണമെന്നൊന്നുമില്ല. കട്ടിയാക്കിയാലും നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇടിയപ്പം ഉണ്ടായിരിക്കുക. എങ്കിലും കുറച്ച് കനം കുറച്ചുണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഞാൻ ഒരു 2 ചിറ്റോളമാണ്, 2 ചിറ്റ് മുഴുവനായിട്ടും ചുറ്റിയിട്ടില്ല, ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായപ്പോൾ കുറച്ച് മാവ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേറെ 2ാം ട്രിപ്പ് ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ആ ലാസ്റ്റത്തെ ഇടിയപ്പം കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയും നാളികേരം ചേർത്തിട്ടുള്ള മിക്സ് ഈ നൂലപ്പത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവി കയറ്റുന്ന സമയത്ത് ആ പഞ്ചസാര കൂടി നമ്മുടെ നൂലപ്പത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ താഴെ നമ്മൾ പഞ്ചസാരയും നാളികേരം ചേർത്തിട്ടുള്ളത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിന് മീതെ നൂലപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയുടെ നീരിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവും.
ആ ഹോളിൽ കൂടെ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നൂലപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് ഈ 4 ട്രേകളും കയറ്റി വെച്ചു. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 8 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ആവിയായിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ നിന്നും നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നിന്നും നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ആ ഒരു നൂലുകളൊന്നും ഒരു ഒട്ടിച്ചില്ലാതെ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കതെടുത്തിട്ട് സെർവ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് കറക്റ്റ് അളവിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോ ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന വിധത്തിൽ ഒട്ടിച്ചൊന്നുമില്ലാതെ നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെള്ളം കൂടി പോകുമ്പോഴാണ് ആ ഒരു നൂലപ്പം ഇങ്ങനെ ഒട്ടിച്ചായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നമ്മുടെ ആട്ടപ്പൊടിയുടെ നൂലപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഈ നാളികേരമൊക്കെ കൂട്ടിയിട്ട് ഇതൊന്നൊരു പിടി പിടിക്കാം. സംഭവം നല്ല അടിപൊളിയുണ്ട്. നോക്കാം, അടിപൊളിയുണ്ട് കേട്ടോ. ഒട്ടിച്ചൊന്നുമില്ല. നമ്മളാ പറഞ്ഞ അളവിന് ആ ഒരു കൺസിസ്റ്റൻസി നമ്മളൊരു സംഭവം എടുക്കുകയാണെങ്കിൽ, മാവ് എടുക്കുകയാണെങ്കിൽ ഇത് ഇതിൽ തന്നെ കിട്ടും. നല്ല രസമുണ്ട്. പിന്നെ നല്ല ഹെൽത്തിയാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടുപൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ തന്നെയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ പപ്പയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയേ. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. കഴിക്കാൻ എങ്ങനെയുണ്ട്? കഴിക്കാൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി സ്വല്പം തേങ്ങാപ്പാലൊക്കെ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ വെള്ളം ഒഴിക്കാണ്ട് പിഴിഞ്ഞ് കിട്ടണം. അത് ഒരു ലക്ഷം മനസ്സിലാക്കില്ല. ഇത് സൂപ്പറായിരിക്കും. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.